അതെനിക്ക് അത് ഓർക്കുമ്പം തന്നെ ഭയങ്കര വിഷമമാണ്. അതെനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യമാണത്. അത് ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് പെട്ടെന്നൊരു അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എത്തിയൊരു ഫീൽഡാണത്. ഒരു ക്യാരക്ടർ ചെയ്യാൻ പോയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആൾ വന്നപ്പോൾ എന്നെ മാറ്റിയിട്ടുണ്ട്. ജീവിതം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ അത് നടന്നിരിക്കുന്നേ, അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഇപ്പോൾ ഉലകനായകൻ കമൽഹാസൻ്റെ മുമ്പിൽ ഇരിക്കുമ്പം എനിക്ക് ബെസ്റ്റ് ഹ്യൂമറസ് ആക്ടർ കാർത്തിക് പ്രസാദ് എന്ന് വിളിച്ച് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. അത് നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുക, അത് ആൾക്കാർ അംഗീകരിക്കപ്പെടുക, നമുക്കൊരു ആദരവ് കിട്ടുക എന്നൊക്കെ പറഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ അങ്ങനെ കൊടുക്കണ്ട, അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പറൊക്കെ വെച്ച് കൊടുത്തു. അന്ന് മൊബൈലൊന്നുമില്ല, ലാൻഡ് ഫോൺ നമ്പറാണ്. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അധികം പ്രായമൊന്നുമില്ലല്ലോ. അപ്പം നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് മറ്റുള്ളവരുടെ സ്നേഹവും ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ബീന ചേച്ചി സ്വന്തം വീട്ടിൽ ഒരു അനിയന് പറ്റിയ പോലെയുള്ള എനിക്ക് വിഷമം. എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ബീന ചേച്ചി അവിടെ നിന്ന് കരയുന്നുണ്ടോ. നമ്മൾ വിചാരിക്കും അവന് അത്ര ശരിയല്ല ആൾ, പക്ഷെ ഇവനായിരിക്കും നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുന്നത്. കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നതാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം എന്ന ഒരൊറ്റ സീരിയലിലൂടെ മലയാളി പ്രേക്ഷകരിലേക്ക് ഇടം നേടിയ നമ്മുടെ സ്വന്തം കാർത്തിക് പ്രസാദാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം കാർത്തികേട്ട, ഒരുപാട് സന്തോഷം ഇന്ന് കാർത്തികേട്ടനെ ഇവിടെ കിട്ടിയതിൽ. എനിക്ക് തോന്നുന്നു മൗനരാഗം കാണുന്നവർക്ക് ബൈജു എന്നൊരു ക്യാരക്ടർ അത്രയധികം സ്പെഷ്യൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു 7 മാസമായിട്ട് നമ്മളെല്ലാവരും ബൈജു ചേട്ടന് വേണ്ടിയിട്ട് മൗനരാഗം മാത്രമല്ല പ്രേക്ഷകർ ഒന്നടങ്കം വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്ന ഒരു സർപ്രൈസിങ് ന്യൂസും നമുക്ക് പറയാനുണ്ട്. എന്താണ് ഇപ്പം ചേട്ടന് 7 മാസം കഴിഞ്ഞ് നമ്മൾ അതീവ ശക്തിയോടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ ചേട്ടന് തോന്നുന്നത്? ഈ 7 മാസം എനിക്ക് ഭയങ്കര, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 2 വർഷം കൊണ്ടൊന്നും കാർത്തികിനെ ഇനി നോക്കണ്ട, അവനിനി എഴുന്നേക്കണമെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ 2 വർഷം കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ച് വീണ്ടും അഭിനയിക്കാൻ വരണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ 7 മാസം കൊണ്ട് എഴുന്നേറ്റ് വന്നത്. അതുകൊണ്ടാണ് അത്രയും മനസ്സിൽ ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും തിരിച്ച് വീണ്ടും ചെല്ലണമെന്ന്. കാരണം ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എനിക്ക് തോന്നുന്നു സീരിയൽ കാണുന്നവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിലെത്തിയപ്പം അതിൻ്റെ ആ സ്നേഹം എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ 7 മാസം കൊണ്ട് പൊങ്ങി വന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ ഒരു ആക്സിഡന്റ്. കാരണം പെട്ടെന്ന് ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പം ചേട്ടൻ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എങ്ങനെ ആയിരുന്നു ആക്ച്വലി അന്ന് ആ ഒരു ഡേ? അത് ഓർക്കുമ്പം തന്നെ ഭയങ്കര വിഷമമാണ്. അതെനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യമാണത്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് എൻ്റെ റൂം. ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങണം. അപ്പം ഞാനിങ്ങനെ രാത്രി ഷൂട്ട് കഴിഞ്ഞു, ഒരു 11 മണിയായി കാണും. അപ്പം ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ കൊണ്ടാക്കാനും കൊണ്ടുവിടാനൊക്കെ വണ്ടി വരും. ഞാൻ പറഞ്ഞു വണ്ടി വേണ്ട, എനിക്ക് അങ്ങോട്ടേക്ക് പോകാനല്ലേ ഉള്ളൂ, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോയി. പിറ്റേ ദിവസം ഞാനൊരു റീൽസൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് പെട്ടെന്നൊരു അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത്. മനസ്സിലായി. എനിക്ക് തോന്നുന്നു 7 മാസം കൊണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അഭിനയത്തോടുള്ള ആ ഒരു പാഷൻ ആയിരിക്കും ഒരു പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ ഉള്ളൊരു റിക്കവറി. കാരണം എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇൻസ്പയറിങ്. കാരണം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അത് കണ്ടവർക്കറിയാം. കാരണം അത് ഞാനിങ്ങനെ കിടന്നിട്ട് ഇത് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകും. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുജയ് എന്ന് പറഞ്ഞ. അവൻ ഓരോ ദിവസവും വന്നിട്ട് എൻ്റെ വീഡിയോ വന്നിട്ട് എടുക്കും, ഞാൻ ചെയ്യുന്നതും നടക്കുന്നതും. അങ്ങനെ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് അവസാനം ഞാൻ നടന്നു തുടങ്ങി എന്ന് കണ്ടപ്പോൾ അവൻ എല്ലാം കൂടെ എഡിറ്റ് ചെയ്തിട്ട് അതെനിക്ക് അയച്ചു തന്നതാണ്. ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര റീച്ചായി പോയി. അത് എല്ലാവർക്കും ഒരു പവർ തരുന്നൊരു വീഡിയോ തന്നെയായിരുന്നു. കാരണം എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും തോക്കാൻ നമ്മള് ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുത്തില്ല. എനിക്ക് ഇത്രയും വലിയൊരു അപകടം പറ്റി എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എടുത്തില്ല.
ഞാൻ എപ്പോഴും ഇത്രയും ആൾക്കാർ ആൾക്കാരുടെ വന്നിട്ട് മുഖം ഇങ്ങനെയൊക്കെ എടുത്തളിയും എന്ന് കാലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണിക്കുക. ഞാനത് നോക്കിയിട്ട് ഞാനിങ്ങനെ, പക്ഷേ ഞാനത് ഉള്ളിലേക്ക് എടുത്തില്ല. ഇത്രയും വലിയ പ്രശ്നമാണെന്ന് ഞാൻ അകത്തേക്ക് എടുക്കാതെ തിരിച്ചു വരണം എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ കയറി വന്നത്. മൗനരാഗം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കാർത്തികേയന്റെ ജീവിതത്തിൽ തന്ന ഒരുപാടാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരൊറ്റ സീൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു മൗനരാഗത്തിലേക്ക്, അതിനുശേഷം മൗനരാഗത്തിന്റെ ത്രൂ ഔട്ട് ഒരു പാർട്ടായിട്ട് മാറുകയാണ്. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോ മൗനരാഗത്തെ പറ്റി ആലോചിക്കുമ്പോ 7 മാസം എന്ന് പറയുന്നത് ചേട്ടന് ഭയങ്കര വിഷമമായിരിക്കും, കാരണം മാറി നിന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സമയം? എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അവിടുന്ന് ആദ്യമൊക്കെ എനിക്ക് ഞാൻ കുറച്ചൊരു ഓക്കെ ആയതിന് ശേഷം അവരെന്നെ വീഡിയോ കോൾ വിളിക്കും ലൊക്കേഷൻ. എനിക്കത് ഫോൺ വരുമ്പോഴേക്കും എൻ്റെ കണ്ണിൽ നിന്ന് കൊണ്ട് വെള്ളം വരും. എനിക്ക് എന്താണെന്ന് അറിയില്ല. അതുപോലെ എൻ്റെ പരിചയമുള്ളവർ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇതാലോചിക്കും. ഒന്നാമത് അഭിനയിക്കുന്ന മാത്രമല്ല, ആ ലൊക്കേഷനിലെത്തിയാൽ ഭയങ്കര രസമാണ്. നമ്മളെ ഷൂട്ട് കഴിഞ്ഞാലും പോരാൻ തോന്നില്ല. അങ്ങനെ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോസിലും കാണാറുണ്ട്, റീൽസ് ഒക്കെ ലൊക്കേഷനിൽ നിന്ന് സോനമോളായിട്ടും ഒരുപാട് റീലുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഈ ആക്സിഡന്റ് ആയി കഴിഞ്ഞ് പെട്ടെന്ന് മൗനരാഗത്ത് നിന്ന് ആരെയായിരുന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്? ഇപ്പൊ ഈ 7 മാസം ഏറ്റവും അടുത്ത ഒരാളെന്ന് പറയാൻ അങ്ങനെ മിസ് ചെയ്തെന്ന് എനിക്ക് ഒരാളെ പറ്റി പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നെ ചേർത്ത് പിടിച്ച് നിന്നവരാണ് അവർ. അപ്പോൾ ആ ഓൾ ഫാമിലി എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കാണുമ്പോഴേക്കും എനിക്ക് സങ്കടമാണ്, ഭയങ്കര വിഷമമാണ് എനിക്ക് അവരെ കാണുമ്പോഴേക്കും. അവരെ മാത്രമല്ല, നമ്മളോട് അടുപ്പമുള്ള എല്ലാവരും കാണുമ്പോഴേക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മൾ ഈ കരിയർ തുടങ്ങാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു അഭിനേതാവാകണം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം എന്ന് പണ്ട് തന്നെ വിചാരിച്ചായിരുന്നോ കാർത്തിക് ചേട്ടൻ? അല്ലെങ്കിൽ അതേതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എങ്ങനെ എത്തിപ്പെട്ടതാണോ? എങ്ങനായിരുന്നു? എനിക്ക് അറിയാനായ കാലം തൊട്ട്, സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ടിട്ട് ഈ സാധനം, ഈ അഭിനയം എന്നുള്ള പ്രക്രിയയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. സിനിമയായാലും നാടകമായാലും ഈ സിനിമയുടെ തിളക്കം കണ്ടിട്ടല്ല, ആ ഒരു ഇതിനോടല്ല കേട്ടോ. ഈ അഭിനയം എന്നുള്ള പ്രോസസ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അത് എന്തായാലും ശരി, ഞാനത് എന്നിട്ട് സിനിമയിൽ നിന്ന് കണ്ട പല സംഗതികളും അടിച്ചു മാറ്റി എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് അടിക്കും. അപ്പം അവർ ചിരിക്കും. അതവിടെ അപ്പം കൊള്ളാം, എൻ്റെ ഉള്ളിലൊരു ആക്ടർ ഉണ്ടോ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഞാൻ പുറത്ത് കാണിച്ചിട്ടേ ഇല്ല. ഒരു ആക്ടറാവണമെന്ന് ആരുടെ അടുത്തും പറഞ്ഞാൽ എനിക്ക് അയ്യോ നിനക്ക് വേറെ പണിയിലിടാ, ആക്ടറോ നീ, അങ്ങനെ വല്ലതും പറയുകയും ചെയ്യും. പുറത്തേക്ക് കാണിച്ചിട്ടേ ഇല്ല. വളരെ കാലത്തിന് ശേഷമാണ് പതുക്കെ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി തുടങ്ങിയത്. എനിക്കൊന്ന് നെടുമുടിയങ്ങളും അതുപോലെ തന്നെ ജഗതിയങ്ങളുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ ആ ഒരു ഓർമ്മ എങ്ങനെയാണ്? അത് ഞാൻ അധികം എൻ്റെ മുഖം ഇങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പലരും പറയും ഒരു പുരാണ മുഖം, അതായത് ദൈവങ്ങളുടെ അല്ലെങ്കിൽ ഈ പുരാണത്തിലുള്ള ആ കഥാപാത്രങ്ങളുടെ മുഖം ആയതുകൊണ്ട് ഒരുപാട് ആ സമയത്തൊക്കെ പുരാണ സീരിയലുകളായിരുന്നു കുറേ ഉണ്ടായിരുന്നത്. അപ്പം മെറിലാൻഡ് അധികം എടുക്കുക പുരാണ സീരിയലുകളാണ്. അതിൽ എന്താ ശ്രീ മഹാഭാഗവതം എന്ന് പറഞ്ഞ സീരിയലിൽ ജഗതി ചേട്ടൻ ഒരു മറ്റേ ഗഡോൽഗച്ചൻ്റെ വേഷമായിരുന്നു. ഞാൻ ദുര്യോധനൻ്റെ മകൻ ലക്ഷണകുമാരനും. പുള്ളിയായിട്ട് നല്ല കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഭാഗ്യമാണ്. എൻ്റെ ആ തുടക്ക സമയത്ത് തന്നെ. അതുപോലെ വേണുചേട്ടൻ്റെ കൂടെ കിട്ടിയത് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു. പിന്നെ വയലാർ മാധവൻകുട്ടി സാറിൻ്റെ തന്നെ, അതും വയലാർ മാധവൻകുട്ടി സാറിൻ്റെയാണ്. പിന്നെ കുഞ്ഞാലി മറയ്ക്കാർ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതിലും അങ്ങനെ 2 സീരിയലിലും മാറി അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നിൽക്കാൻ പറ്റി. ഭയങ്കര ഭാഗ്യമാണത്. അപ്പോൾ എത്രത്തോളം സ്ട്രഗിൾ എടുത്തൊരു ഈ ഒരു മൗനരാഗത്തിൽ ഇത്ര ഒരു ഫെയിമിലേക്ക് എത്താൻ വേണ്ടി എത്ര നാളത്തെ എഫേർട്ട് ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞ ആഗ്രഹമാണ്. പക്ഷേ ഇതെങ്ങനെ എത്തിപ്പെടണം, നമ്മളൊരു സാധാരണ ഒരു ഫാമിലി ഉണ്ടാക്കിയത് എങ്ങനെ എത്തിപ്പെടണം എന്നോ ഒന്നും അറിയില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഈ ചിത്രഭൂമി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ പണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടറിയില്ല. അതിലൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിൻ്റെ മുന്നേ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കായിരുന്നു പണ്ട്. ഞാൻ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ അങ്ങനെ കൊടുക്കണ്ട, നീ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പറൊക്കെ വെച്ച് കൊടുത്തു. അന്ന് മൊബൈലൊന്നുമില്ല, ലാൻഡ് ഫോൺ നമ്പറാ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അധികം പ്രായമൊന്നും ഇല്ല കേട്ടോ.
അത് ശരിയാണ്. അപ്പോൾ അത് കണ്ടിട്ട് എന്നെ ഒരു ആൽബത്തിലേക്ക് വിളിച്ചതാണ്. ഒരു സാദിഖ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ആൽബത്തിലേക്ക് വിളിച്ചാണ്. അവിടെ നിന്നാണ് തുടക്കം. പിന്നെ അവിടുന്ന് അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെൽബിൻ റോഷൻ എന്ന് പറഞ്ഞ ആളാണ് എന്നെ മെറിലാൻഡിലേക്ക് എൻ്റെ ഫോട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ മാതൃഭൂമിയും ഒരു സീരിയൽ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ, ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞിട്ട്. അത് ഇത് എല്ലാം പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സീരിയല്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് എങ്ങനെയാണ്. പിന്നെ ഓരോ ലൊക്കേഷനിൽ പോയിട്ട് ചേഞ്ചസ് അന്വേഷിക്കേണ്ട പരിപാടി. എല്ലാ ലൊക്കേഷനിലും പോയിട്ട് ഒരു വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങും, സാറ്റർഡേ സൺഡേ പോയിട്ട് ഇങ്ങനെ ഫുൾ ലൊക്കേഷൻ കറങ്ങും. അങ്ങനെ വയലാർ മാധവൻകുട്ടി സാറാണ് എനിക്കൊരു നല്ലൊരു ബ്രേക്ക് തന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സീരിയലിൽ രാഘവൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ തന്നു. അതും ഇതുപോലെ തന്നെ ചെറിയൊരു വേഷം തന്നത്. അവിടെ ഒരു സ്ത്രീലമ്പടനായ ഗുരുവായൂരിലെ കീഴ്ശാന്തി ആയിട്ടാണ് എന്നെ കൊണ്ടത്. പിന്നെ ആ ക്യാരക്ടർ ഇഷ്ടമായി ആൾക്കാർക്ക്. അതിൽ അഭിനയിച്ചതിന് എനിക്ക് വേണുചേട്ടനെ, ചിപ്പി ചേച്ചിക്ക് എല്ലാവർക്കും ഗുരുവായൂരിൽ വെച്ചിട്ട് വലിയ സ്വീകരണമായിരുന്നു. എനിക്ക് ഒരു ഗോൾഡ് കോയിനും കുറച്ച് അധികം പൈസയും എല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. എനിക്കത് മൗനരാഗത്തിൽ, പക്ഷേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഇത്രയും സുന്ദരനായ ചേട്ടനെ കണ്ടിട്ട് മൗനരാഗത്തിൽ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ കോമഡി ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും മാറ്റി പൊട്ടൊക്കെയാക്കി ആദ്യം ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഇത്രയും സുന്ദരനായ ചേട്ടനെ ഇങ്ങനെ മാറ്റി ഡയറക്ടർ അങ്ങനെ ചോദിച്ചു. അത് വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണ്ടൻ ക്യാരക്ടറാണ്, കുറച്ച് ഇളകി ചെയ്യാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പം നമ്മൾ അങ്ങോട്ടേക്കുള്ള ഒരു തെക്കോട്ടേക്കുള്ള ഒരു സ്ലാങ് എനിക്ക് അത് അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, അതിൻ്റെ കണ്ടന്റ് പോകാൻ തന്നെ ഞങ്ങളുടെ ഭാഷയിൽ അതൊന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പം അതും ചേർത്തു. പിന്നെ എൻ്റെ കുറച്ച് സ്ലാപ് സ്റ്റിക്കും കുറച്ച് ആ ഒരു കാർട്ടൂൺ ടൈപ്പുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പം അതിൽ വെച്ച് പിടിച്ചപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ സാറ് പറഞ്ഞു നീ തന്നെ ഡബ് ചെയ്തോ എന്ന് പറഞ്ഞു. പിന്നെ ഡബിങ്ങിലൊക്കെ ഇങ്ങനെ കയറ്റി സാധനം കൊണ്ടുപോയി അതിലേക്കുള്ള എല്ലാ എഫർട്ടും ആ ക്യാരക്ടറിനെ മൊത്തത്തിൽ മോൾഡ് ചെയ്തത് ചെറിയൊരു ഐഡിയ തന്നു അതിനെ മൊത്തത്തിൽ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. പിന്നെ ഇത് ഈ ഒരു ത്രൂ ഔട്ട് മൗനരാഗത്തിലേക്ക് ആയപ്പോൾ ചേട്ടൻ എങ്ങനെയായിരുന്നു? കാരണം കുറച്ച് ദിവസത്തേനെന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങനെ ആയപ്പോ എന്തായിരുന്നു? അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം. ഞാൻ സത്യത്തിൽ ഒരു സാധാരണ ഇങ്ങനെ ചെറുതായിട്ട് അഭിനയിച്ചൊക്കെ പോണ ആള് വേറെ ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടതാ. വലിയൊരു ഫെയിമിലേക്കാണ് എന്നെ കൊണ്ടുവിട്ടത്. ഒരു ദിവസം കൊണ്ട് എൻ്റെ ഇത് മാറിപ്പോയി. ഇപ്പോഴും മൗനരാഗത്തിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ വന്നാലോ അല്ലെങ്കിൽ കാർത്തികേയന്റെ വീഡിയോകൾ വന്നാലോ ഒക്കെ അതിന്റെ അടിയിൽ ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്, എപ്പോൾ തിരിച്ചു വരും. അപ്പൊ ആ സർപ്രൈസിങ് എലമെന്റ് നമ്മൾ പറയുകയാണ്. കാർത്തികേയൻ ഉടൻ തന്നെ മൗനരാഗത്തിലേക്ക് എത്തുന്നതാണ് ഈ ഒരു ഊർജ്ജത്തോടെ, ആ പഴയ ഊർജ്ജത്തോടെ തന്നെ അല്ലേ കാർത്തികേയൻ? അതെ തീർച്ചയായിട്ടും. അതിലും എനിക്ക് ആക്സിഡന്റ് ആയി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ എന്നാലും നമ്മുടെ ഉള്ളിലെ ആ പവർ നമ്മള് ആ ഒരു എന്താ പറയുക, ആ ഒരു ജ്വാല നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മൾ ആ ഒരു എനർജി. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മളൊരു റൗണ്ടാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഇത്രയും ജേർണി സീരിയലിൽ എത്തി, അപ്പൊ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് റൗണ്ട്, ഇത്രയും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വേദനിപ്പിച്ച ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഏറ്റവും സങ്കടം നിറഞ്ഞൊരു മൊമെന്റ് ഏതായിരിക്കും? അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എത്തിയൊരു ഫീൽഡാണത്. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുള്ള കാര്യങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഒരുപാട് അതിനെ ഞാനൊരു വേദനയായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇറങ്ങിയ സ്റ്റേജിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പൂജാ സമയത്തൊക്കെ നീ താഴത്തേക്ക് പോയിരുന്നു, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആൾ വന്നപ്പോൾ എന്നെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് വേദനകളുടെ ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊരു വേദനയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് വന്നതല്ലേ, അപ്പോൾ സന്തോഷത്തിൻ്റെ കൂടെ ഈ സങ്കടവും ഉണ്ടാവും. അതങ്ങനെ കാണുന്നില്ല. മൊമെന്റ് വരുന്ന സമയത്ത് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് തരണം ചെയ്ത് പിന്നെയും പോകാനായിട്ട് എന്തായിരിക്കും ആ ഒരു എനർജി? അത് ഉള്ളിലുള്ള എനർജിയാണത്. അത് നമുക്ക് ആ മാധ്യമത്തിനോടുള്ള ആ അഭിനയം എന്നുള്ള പ്രക്രിയയോടുള്ള നമ്മുടെ അടക്കാനാവാത്ത ആഗ്രഹമാണ്. ഇപ്പം ഇത്രയും വലിയൊരു അപകടം പറ്റിയിട്ട് ഞാനിപ്പം എഴുന്നേറ്റ് വന്നില്ലേ, അതേ ഇത് തന്നെയാണ്. ഏതൊരാൾക്കും അത് വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ അപമാനിക്കപ്പെട്ടേക്കാം, തഴയപ്പെട്ടേക്കാം, പലരും പറയുന്ന പോലെ മറ്റുള്ള ഒരാളെ എനിക്ക് പാര വെച്ചേക്കാം. അതിലൊന്നും നമ്മൾ വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് വരും. ഒരാൾക്ക് നമ്മളെ ഓടുമ്പോൾ ഉന്തിയിടാം,
പക്ഷെ അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ നമ്മൾ തന്നെ വിചാരിക്കണ്ടേ. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് ഉണ്ടായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ ബെസ്റ്റ് ഹ്യൂമറസ് ആക്ടറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉലകനായകൻ കമൽഹാസനും മലയാളത്തിലെ പ്രശസ്തരായ നടന്മാർ ഇരിക്കുന്ന ഒരു വേദിയിൽ നമ്മൾ ടി വിയിലൊക്കെ കണ്ട് മാത്രമുള്ള അവാർഡ് നിശകളിൽ ഞാൻ ആ സ്റ്റേജിൽ കയറി ബെസ്റ്റ് ഹ്യൂമർ അവാർഡ് ബെസ്റ്റ് ഹ്യൂമറസ് ആക്ടർ കാർത്തിക് പ്രസാദ് എന്നിങ്ങനെ വിളിച്ച് പറയുമ്പോൾ നമ്മുടെ അതെ, അത് ഹരീഷ് കണാറിനും ധർമ്മജൻ ബോൾഗാട്ടിയും കൂടിയാണ് എനിക്കത് തന്നത്. ആ ഒരു മൊമെന്റ് ഭയങ്കര മറക്കാനാവാത്തൊരു സംഭവമാണ് ഈ ഇതിൽ വന്നതിന് ശേഷമുള്ള. കൂടെ എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചൊരു വ്യക്തി, ഇപ്പൊ ഈ ആക്സിഡന്റിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുന്നേ കുട്ടിക്കാലം തൊട്ടാണെങ്കിലും കൂടെ എന്നും ഉണ്ടാകും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇയാൾ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചൊരു വ്യക്തി ആരായിരിക്കും? അത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാർ തന്നെയായിരിക്കും, ഉറപ്പായിട്ടും വീട്ടുകാർ തന്നെയാണ് കൂടെ. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ തന്നെ. കാരണം എൻ്റെ വൈഫൊക്കെയാണ്, നമ്മൾക്ക് അവിടെ കിടന്നാൽ മതി, നമുക്ക് നോക്കാൻ ഇഷ്ടം. പക്ഷേ നമ്മൾ വൈഫിനെ മാത്രമല്ല, ഒരു രോഗീനെ നോക്കുന്ന ആളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അവർക്ക് ചിലപ്പം പല വിഷമങ്ങളുണ്ട്, പക്ഷെ അത് അവർക്ക് ഒരാളോട് പറയാനും പറ്റില്ല. അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ചേട്ടനും എല്ലാവരും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തവർ തന്നെയാണ്. ഓക്കെ. കാർത്തിക് എന്ന കലാകാരനെ പാകപ്പെടുത്തിയെടുത്ത ഒരു വ്യക്തി ആരായിരിക്കും? വയലാർ മാധവൻകുട്ടി സാറിന് എനിക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത് മാധവൻകുട്ടി സാറായിരുന്നു. പിന്നെ ഹരീഷ് പേരടി എൻ്റെ വളരെ ഗുരുതുല്യനായിട്ടുള്ള എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കണം, എനിക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പം തുണിയില്ലാതെ നിൽക്കുക എന്നാണ് ഹരീഷ് ചേട്ടൻ പറയാറ്. തുണി ഉരിഞ്ഞ് നിൽക്കണം. അതായത് നമുക്ക് ഒരു ചളിപ്പും ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് എന്നെ പറഞ്ഞ് എന്നെ പലപ്പോഴും ഞാനും പുള്ളിയായിരുന്നു ശ്രീ ഗുരുവായൂരപ്പനിൽ ഒരുമിച്ച് അഭിനയിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അടുത്തടുത്ത റൂമിലാണ്. കിംബദൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു പുള്ളി ഇങ്ങനെ വടിയൊക്കെ പിടിച്ചിട്ട് കിം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലി വന്നിട്ട് ഒരു ശിവൻ്റെ ഒരു അവതാരമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അങ്ങനെ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. പുള്ളിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടും എൻ്റെ അഭിനയത്തിനെ എന്നെ മോൾഡ് ചെയ്തെടുത്തതിൽ പുള്ളിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ അത്ഭുതം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു വ്യക്തി, എന്ത് ആക്ടിങ് അല്ലെങ്കിൽ അത്ഭുതം എന്ന് കാർത്തികേട്ടന് തോന്നുന്ന ഒരു വ്യക്തി? മലയാള സിനിമയിലാണെങ്കിൽ എനിക്ക് നെടുമുടി വേണു ചേട്ടൻ ഭയങ്കര അത്ഭുതമാണ്. ജഗതി ശ്രീകുമാർ, ഭരത് ഗോപി, പറയാനും കുറേ ആൾക്കാർ. എന്നാലും എനിക്ക് നെടുമുടി വേണു ചേട്ടൻ കണ്ടില്ലേ, രാജാവായിട്ടും പുള്ളി ഇതാണ്. എത്ര താഴ്ന്ന ലെവലിലുള്ള ആ വേഷമാണെങ്കിലും പുള്ളി അത് ചെയ്യും. എന്ത് വേണമെങ്കിലും പുള്ളീനെ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ ജീവിതം ഇത്ര എടുത്ത് നോക്കുവാണെങ്കിൽ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് ചെയ്യണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് അത് എടുത്തത്. നമ്മുടെ ജീവിതത്തിലേക്ക് അതും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരു വേണ്ടായിരുന്നു എന്നൊന്നും തോന്നിയിട്ടില്ല. മനസ്സിൽ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോഴും ആ ഒരു പെയിൻ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ട് അത് മനസ്സിൽ തന്നെ ഇപ്പോഴും സ്റ്റിൽ ആരെങ്കിലും വേദനിപ്പിച്ചതാവാം മനസ്സിൽ? അങ്ങനെ വേദന തോന്നി അങ്ങനെ വലിയ കാര്യങ്ങൾ അങ്ങനെ വലിയൊരു വേദനിപ്പിച്ചൊന്നും എന്നെ അങ്ങനെയൊന്നും ആരും വേദനിപ്പിച്ചില്ലെന്ന്. എന്നെ അങ്ങനെ ആരും വേദനിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രശ്നം, എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമാണ്. അല്ലാതെ എന്നെ അങ്ങനെയൊന്നും വേദനിപ്പിച്ചിട്ടില്ല ആരും. ഇല്ല. സ്വപ്നം നേരിട്ട് വന്നൊരവസ്ഥ, സ്വപ്നത്തിൽ കണ്ടൊരു കാര്യം നേരിട്ട് വന്നൊരവസ്ഥ, ആ ഒരു മൊമെന്റ് എന്ത് ഇൻസിഡന്റ് ആയിരുന്നു? സ്വപ്നത്തിൽ വന്ന ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നേരത്തെ. എനിക്ക് ഈ ഉലകനായകൻ കമൽഹാസന്റെ മുമ്പിൽ ഇരിക്കുമ്പം എനിക്ക് ബെസ്റ്റ് ഹ്യൂമറസ് ആക്ടർ കാർത്തിക് പ്രസാദ് വിളിച്ചു പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. അത് സ്വപ്നത്തിൽ വന്ന മൊമെന്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ജീവിതം പഠിപ്പിച്ചൊരു പാഠം എന്താണ്? ഇത്രയും തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം പഠിപ്പിച്ചൊരു പാഠം. ജീവിതം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ അത് നടന്നിരിക്കുന്നേ, അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. പിന്നെ ചോദിക്കുക, അത് മീഡിയത്തിന്റെ വലിപ്പം ചോദിക്കുക, അത് ചിലപ്പോൾ സിനിമയോ സീരിയലോ ഒന്നുള്ളതല്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുക, അത് ആൾക്കാർ അംഗീകരിക്കപ്പെടുക, നമുക്കൊരു ആദരവ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിൽ പണമോ ഒന്നുമല്ല അതിൽ.
അതെ. ഇപ്പൊ ഈ ഒരു 7 മാസം എങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം സമയത്ത്? ഇപ്പം ചേട്ടനെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷൂട്ട് ബിസി ഷെഡ്യൂളുകളായിരുന്നു. ആ ബിസി ഷെഡ്യൂളിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ ആയതൊരു ആ 7 ആ മാസക്കാലം. ആ അപ്പൊ എങ്ങനായിരുന്നു ഒരു 7 മാസക്കാലം? 7 മാസക്കാലം ഞാൻ എന്താ പറയുക, കുറേ ഇങ്ങനെ കിടക്കും. ആ, പിന്നെ ടി വി കാണാൻ ഇറങ്ങി അല്ലെ ഫോൺ നോക്കാൻ തുടങ്ങിയതിന് ശേഷം വെബ് സീരീസുകൾ കാണും. പിന്നെ കുറേ പുസ്തകങ്ങൾ വായിക്കും. ഉം. അത് ഒരുപാട് ബുക്സ് ഓരോരുത്തർ കൊണ്ടുത്തരും, അതിങ്ങനെ കുറേ ഇരുന്ന് വായിക്കും. പിന്നെ കുറേ വെബ് സീരീസുകൾ കാണാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും സിനിമ വലിയ കാണുക സിനിമ അങ്ങനെയൊക്കെ കാണുക തന്നെയാണ്. എന്നുള്ളതാണ്. അതെ, ഉം. ഇനി ആ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഈ കാലഘട്ടത്തിൽ ഒരു 2-2.5 മണിക്കൂറിൽ പറയാൻ പറ്റാത്ത കാര്യം നമുക്ക് ഒരു 6-7 എപ്പിസോഡിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുക, അതൊരിക്കലും ഒരു മുഷ്പില്ലാതെ അത് ഒരു ലാഗില്ലാതെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം. അതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നി. ഇപ്പം ഞാനിപ്പോൾ ചോദിക്കാതെ തന്നെ പറയാം, എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണോ വെബ് സീരീസിൽ അഭിനയിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഞാൻ ഇപ്പൊ ചോദിക്കാൻ വരുമായിരുന്നു, വെബ് സീരീസിൽ അഭിനയിക്കാൻ അങ്ങനെയുള്ള റോളുകൾ ഏതായിരിക്കും? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, വെബ് സീരീസിലൊക്കെ വെബ് സീരീസിൽ അഭിനയിക്കാൻ. ചേട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഏത് റോള് ചെയ്യണം എന്നായിരുന്നു? മീൻസ് അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഇന്ന റോള് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ എനിക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു? ഒന്നാമത്തെ കാര്യം, ഈ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി എവിടുന്നോ എഴുതുന്ന ഒരു റൈറ്ററും എവിടുന്നോ ഇരിക്കുന്ന ആളും നമ്മൾ ചിന്തിക്കണം ഇന്ന ആക്കി ഇന്ന റോള് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാന്ന് മാത്രമേ ഉള്ളൂ, കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൈവങ്ങളുടെ അല്ലെങ്കിൽ ഒരു നല്ല കുട്ടിയുടെ ഒരു പാവത്താൻ്റെ ആ ഇമേജ് ബ്രേക്ക് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് തന്നെ ഇതല്ലാത്തൊരു റോള് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതെന്തോ ഏത് റോള് വേണമെങ്കിൽ ആവാം, അത് എൻ്റെ ഇമേജിനെ ബ്രേക്ക് ചെയ്തും കൊണ്ടിട്ടുള്ള ഒരു റോള് ചെയ്യണം ഭയങ്കര. ഇപ്പം പലരും ഇപ്പം ഒരാളെ കണ്ടാൽ അതിനനുസരിച്ചിട്ടുള്ള റോളുകളാണ് അധികം നമ്മൾ സിനിമയിലേക്കാണെങ്കിലും ഇതിലേക്കാണെങ്കിലും വിളിക്കുക. ഇപ്പോൾ ഒരു കട്ടി മീശയും കുറച്ച് ഹൈറ്റും കുറച്ച് സൈസുള്ള ആളാണെങ്കിൽ അയാളെ പോലീസുകാരനാക്കാന്ന് പറയും, അയാളെന്നും പോലീസുകാരനെ ഇരിക്കും. അതുപോലെ ആ ഒരു ഇമേജ് തകർക്കുന്ന ഒരു റോൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്കുള്ള ഒക്കെ ചേട്ടൻ ആദ്യം തൊട്ട് അല്ലെങ്കിൽ മിനി സ്ക്രീൻ ആയിരുന്നു നോക്കിയിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഞാൻ മിനി സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് മിനി സ്ക്രീൻ ആയാലും അഭിനയിക്കുക അല്ല, പിന്നെ നമുക്കൊന്നാമത്തെ കാര്യം അഭിനയിക്കാൻ അറിയുമോ എന്നുള്ള കാര്യം അറിയില്ല. അത് നമ്മൾ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരുന്നതാണ്. ഇപ്പോഴും നമ്മളത് ഞാൻ അഭിനയത്തിൻ്റെ എന്ത് സംഗതി ഉണ്ടെങ്കിലും മറ്റേ ഇൻ്റർവ്യൂസ് കുറേ കാണാം. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ചെറിയ ടിപ്സ് കിട്ടും. നമുക്ക് പണ്ടത്തെ പോലെ ഇനിയിപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിലും മറ്റുള്ള സ്ഥലത്തുനിന്ന് പോയി പഠിക്കാനുള്ള ഇല്ലല്ലോ. അപ്പോൾ അഭിനയം പഠിക്കുക തന്നെ വേണം കേട്ടോ. അഭിനയം ഇപ്പം എല്ലാത്തിനും ഇപ്പം ക്യാമറാമാൻ ആവണമെങ്കിൽ ക്യാമറ അസിസ്റ്റൻ്റ് ആവണം, ഡയറക്ടർ ആണെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവണം. പക്ഷെ അഭിനയിക്കാൻ നേരിട്ടൊന്ന് അഭിനയിക്കുക ചെയ്യുക. അഭിനയിക്കണമെങ്കിൽ അഭിനയം പഠിച്ചിട്ട് തന്നെ വരണം. അപ്പോൾ ഈ അഭിനയത്തിലേക്കൊക്കെ കടന്നു വരുന്ന ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പം അഭിനയം പാഷനാക്കി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള 3 ടിപ്സ് ചോദിക്കുകയാണെങ്കിൽ? 3 ടിപ്സ് അല്ല, അവർ എന്താന്ന് പറയുകയാണെങ്കിൽ അവർ അഭിനയിക്കുന്ന നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് അഭിനയം പഠിക്കാനുള്ള ശ്രമം നടത്തുക. പഴയ ഈ പറഞ്ഞ പോലത്തെ സിനിമകൾ കാണുക. ഈ അല്ല എന്ന് പറഞ്ഞ സാധനം അല്ല, ഞാനത് പറഞ്ഞില്ലേ, അത് അങ്ങനെയല്ലല്ലോ, അല്ല അതങ്ങനെയല്ല. ഈ അല്ലേനെ തന്നെ നമുക്ക് എത്ര പ്രാവശ്യം ആക്കാൻ പറ്റും അല്ലേ? അപ്പം ആ ഒരു ചെറിയ വാക്ക് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ അതിനെ അപ്പോൾ അതിന് കുറേ സിനിമകൾ കാണാം, കുറേ നല്ല ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് എടുത്ത് കാണുക, പിന്നെ അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളുണ്ടെങ്കിൽ പോയിട്ട് പഠിക്കുക. അതൊക്കെയാണ് ഞാനങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അഭിനയത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ ചേട്ടനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? നീ അതിന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീട്ടിലൊക്കെ ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം സീരിയലും സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അനിശ്ചിതത്വമുള്ളൊരു ഫീൽഡല്ലേ. ഞാൻ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായതിൻ്റെ ശേഷമാണ് ഞാൻ അഭിനയിക്കാൻ ഇറങ്ങിയത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വല്ല പ്രശ്നവും വരുമോ, ഞാൻ ഇതും വിട്ട് എൻ്റെ ജോലിയൊക്കെ വിട്ടു പോയാൽ എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ ബ്രദറാണ് എനിക്ക് വീട്ടിൽ സപ്പോർട്ടായിട്ട് നിന്നത്. പുള്ളി പറഞ്ഞാൽ അവൻ പോട്ടെ, അവന് ഇഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ, ആകെ ഒരു ജീവിതമല്ലേടാ, അവൻ ചെയ്യട്ടെ, അവനറിയാലോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് എൻ്റെ ചേട്ടനായിരുന്നു. അപ്പോൾ പിന്നീട് ഇങ്ങനെ പിന്നെ സീരിയലായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമ പോലെ അധിക ദിവസങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല. ഇപ്പം
ഒരു 15 ദിവസത്തെ ഷെഡ്യൂളാണെങ്കിൽ അതൊരു മാക്സിമം ഒരു 4, 5, 6 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പരിപാടിക്ക് പോവാം. പിന്നെ ഒന്നിൽ കൂടുതൽ സീരിയൽ വരുമ്പോഴേക്കേ ഉള്ളൂ. പക്ഷേ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ വരിക എന്ന് പറയുന്നത് വരും. പക്ഷേ അത് എപ്പം വരും, എങ്ങനെ വരും, ഒരു അനിശ്ചിതാവസ്ഥ, ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് ഇതിൽ. അപ്പം ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കൂടെ ആരായാലും കൊണ്ടുപോകും. എനിക്കത് കാർത്തികേട്ടൻ ഓൾറെഡി മാതൃഭൂമിയിലും വർക്ക് ചെയ്യുന്നുണ്ട് അഭിനയത്തോടൊപ്പം തന്നെ. അതെ അതെ അതെ. ആ ഒരു അതായത് മാതൃഭൂമിയിൽ എന്നായിരുന്നു കയറിയതൊക്കെ? മാതൃഭൂമിയിൽ ഞാനൊരു വർഷങ്ങൾക്ക് മുന്നേ ഈ ഫീൽഡിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ കയറിയതാണ്. ആദ്യമായിട്ട് ആ ജോലി കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിക്കണതും എല്ലാം. അപ്പം ഞാൻ ഭാര്യനോട് പറയും, നിനക്ക് ഭയങ്കര നിധിയാണല്ലോ കിട്ടിയത്, നീ എന്നെ വെറും ഇങ്ങനത്തെ ഒരു ജോലിക്കാരനായിട്ടാണ് നീ കല്യാണം കഴിച്ചത്. പക്ഷെ നീ കുറേ കഴിഞ്ഞപ്പം നിനക്കൊരു ആക്ടറെ കൂടെ ഭാര്യയില്ലേ, നിൻ്റെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് തമാശ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം കാർത്തികേട്ടൻ്റെ ആക്സിഡന്റിന് ശേഷം ബീന ആന്റണി ആക്ട്രസ്, ബീന ചേച്ചി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ. അതുപോലെ അപ്പം ബീന ചേച്ചി ആയിട്ടുള്ള ആ ഒരു എങ്ങനെയാണ്? ബീന ചേച്ചിയൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് മറ്റുള്ളവരുടെ സ്നേഹവും ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ബീന ചേച്ചിയൊക്കെ സ്വന്തം വീട്ടിലെ ഒരു അനിയന് പറ്റിയ പോലെയുള്ളായിരുന്നു വിഷമം. എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ബീന ചേച്ചി അവിടെ നിന്ന് കരയുന്നുണ്ടാവും. എല്ലാവരും അവിടെ നിന്നുള്ള നമ്മൾ വിചാരിക്കും അവന് അത്ര ശരിയല്ല ആള്, പക്ഷെ ഇവനായിരിക്കും നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുന്നത്. എനിക്ക് എന്നാൽ ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ആക്സിഡൻറ്റ് പറ്റി കിടന്നത് എന്നെ കാണാൻ വരാത്തവരോട് ആരോടൊരു വിഷമമില്ല. ഒരിക്കൽ കണ്ട ഒരു സ്ത്രീ ഉണ്ട്, എൻ്റെ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇഷ്ടമായിട്ട് എന്നെ പരിചയപ്പെട്ട ഒരു സജു എന്ന് പറഞ്ഞ്, അവരെൻ്റെ വീട് തിരഞ്ഞു വന്നിട്ട് എന്നെ എന്താ പറയുക ഒരു വലിയൊരു പൈസ എനിക്ക് കൊണ്ടു തന്നു. ഞാൻ കുറേ പറഞ്ഞു എനിക്ക് വേണ്ടത്, അവർ നിർബന്ധിച്ചിട്ട് എന്നെ. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം. എൻ്റെ റൂമിൽ വന്നിട്ട് ക്രിസ്ത്യൻസ് വന്നിട്ട് ഇത് പ്രാർത്ഥിക്കാറുണ്ട്. അവർ തന്ന മോതിരാണിത്. ഇത് ചോറ്റാനിക്കരയിലുള്ള ഇത്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീകൾ പറയും മോന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് പോയി കഴിഞ്ഞിട്ടും വൈഫിൻ്റെ ഫോണിലേക്ക് ചോദിക്കും ഇപ്പം ബൈജുവിന് എങ്ങനെയുണ്ട്. ഒരു ക്യാരക്ടർ ഒരു വ്യക്തിയുടെ അഡ്രസ്സായി മാറുന്ന അപൂർവം ഒരു ഭാഗ്യമുണ്ടല്ലോ, അപൂർവം ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന ഭാഗ്യം, അതെനിക്കുണ്ടായിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ കേൾക്കുമ്പോഴാണ്, കാരണം ഒരു ക്യാരക്ടർ ഒരു വ്യക്തിയുടെ ഒക്കെ മനസ്സിലേക്ക് പതിയുക. ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചാണെങ്കിലും അത് പക്ഷെ എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ റയറായിട്ട് നടക്കുന്നത്. ഇത്രയധികം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരാണെങ്കിലും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിഡന്റ് ചേട്ടനെ പഠിപ്പിച്ചത് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ മനസ്സിലാക്കി ഈ ഒരു നമ്മളൊന്ന് താഴ്ന്നു പോയപ്പോൾ? നമ്മളെ ഒരാളോട് മനസ്സിൽ ദേഷ്യമോ ഒന്നും ഒന്നും വെക്കേണ്ട ആവശ്യമില്ലെന്ന്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു പകരം ഒരു റിവെഞ്ച് വെക്കുക, ഇത് വെക്കുക, ഒരു സെക്കൻഡ് കൊണ്ട് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നതാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സ്നേഹം എനിക്ക് ഇത്രയും വലിയ ആക്സിഡൻറ്റ് ഇത്രയും വേദന ഉള്ളപ്പോഴും അതൊക്കെ എനിക്ക് അറിയാൻ പറ്റി. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇങ്ങനെയും കുറേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞത്. മറ്റുള്ള നമ്മളെ നോക്കാത്ത ആൾക്കാർ ഞാൻ അവരോടും അതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ അവരോട് നീ എന്നെ കാണാൻ വന്നില്ല, നീ എന്നെ തിരിഞ്ഞു നോക്കുക ഒന്നും ഞാൻ ചോദിക്കാറില്ല. അവരെയും ഞാൻ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും നല്ലൊരു മനുഷ്യൻ, ഞങ്ങളെ ഭയങ്കര സ്നേഹവും സഹതാപമൊക്കെ ഉള്ളൊരു മനുഷ്യൻ. നമ്മളൊന്നുമില്ല. എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയാം ഒരുപാട് നന്മയുള്ള കാണാതെ പോകുന്നത്. അതുപോലെ തന്നെ ആക്സിഡൻറ്റിന് ശേഷം നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ, അതായത് ആദ്യം നമുക്ക് തന്നെ ഭയങ്കര സങ്കടത്തിലുള്ളൊരു ഫോട്ടോയിൽ നിന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എണീക്കുന്നു, അതിനുശേഷം നടക്കാൻ ശ്രമിക്കുന്നു, പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു സ്പിരിറ്റോട് കൂടി പിന്നെയും മുന്നോട്ട് വരണം എന്നൊരു തോട്ടായിരുന്നു. അപ്പം എത്രത്തോളം ഈ വേദന പിടിച്ച് ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടെന്നറിയാം, ഉള്ളിൽ ഒരുപാട് വേദന ഉള്ളപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള ആ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്തായിരുന്നു ആ ഒരു എലമെന്റ്? ഞാൻ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഞാൻ അവിടെ എത്തുമ്പോഴും എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നെ ഈ ബൈജു എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവരുടെ കരച്ചിലും അവരുടെ സ്നേഹത്തോടുകൂടെയുള്ള സ്വാന്തനവും എല്ലാം അതൊക്കെ തന്നെയാണ് അങ്ങനെ വരാൻ കാരണം. എനിക്ക് ഇനിയും വരാൻ തോന്നിയത് ഈ കാണുന്ന ആൾക്കാർ തന്നെയാണ്. സീരിയൽ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം പലരും പറയും ഞാൻ കാണാറില്ല, പക്ഷേ എൻ്റെ അമ്മ കാണുമ്പോൾ ഞാൻ ചെന്നിരിക്കും, അങ്ങനെ കാണാറുണ്ട്, നിങ്ങൾ കൊള്ളാം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ
ഇതൊക്കെ തന്നെയാണ് നമ്മളെ തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചത്. പിന്നെ ഞാൻ പറയാൻ വിട്ടു പറയുന്നത് എന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം മാതൃഭൂമിയാണ് എന്നെ ഒരുപാട്, ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വല്ലാത്തൊരു സപ്പോർട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ആ സ്ഥാപനം എന്നോട് കാണിച്ചൊരു സ്നേഹം ഭയങ്കരമാണത്. ഇനിയിപ്പോൾ മൗനരാഗത്തിലേക്ക് തിരിച്ച് ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഷൂട്ട് കാര്യങ്ങളിലേക്കൊക്കെ പിന്നെയും കാർത്തിക് ചേട്ടൻ പോവുകയാണ്. അപ്പം അതിൽ എക്സൈറ്റഡ് ആണ്, കാരണം 7 മാസത്തെ ഒരു ഗ്യാപ്പ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യവും ഞാൻ അവിടെ ആ ലൊക്കേഷനിൽ ചെന്ന് വരുമ്പോഴുള്ള കാര്യം, എല്ലാവരുടെ ഇടയിലും വരുമ്പോഴുള്ള കാര്യം, അത് ഭയങ്കര ഒരു ഭയങ്കര ഇമോഷണൽ ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. മീൻസ് ഇങ്ങനെ ഓവർ സന്തോഷം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അതാണ് ആ ചിരിച്ചോണ്ടുള്ള കാർത്തികേട്ടനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാതെ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെ സീരിയലിൽ കാണുന്ന ആ ബൈജു ചേട്ടനെ അല്ലെങ്കിൽ അതിനേക്കാൾ എപ്പോഴും ഇപ്പം കാർത്തികേട്ടന്റെ മുഖത്തുള്ള ആ ഒരു ചിരി നമുക്ക് തരുന്ന അത് ത്രൂ ഔട്ട് ഏത് ഡിഫിക്കൽട്ടീസ് വന്നാലും പ്രതിസന്ധികൾ വന്നാലും ചേട്ടൻ കീപ്പ് ചെയ്യുന്ന ആ സ്മൈൽ, അത് മതി നമുക്ക് ഇനി വേദന. കാരണം ഞങ്ങളുടെ ആ ഒരു അത്രയും ഞങ്ങളുടെ ഒരു ആഗ്രഹം തന്നെയാണ് ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് കാർത്തികേട്ടനെ തിരിച്ചു കിട്ടിയത്. അപ്പം ഇനിയും ഈ സ്നേഹം ഞങ്ങളിൽ നിന്നും ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം കട്ട വെയിറ്റിംഗ് തന്നെയാണ്. മൗനരാഗത്തിൽ ഉടൻ തന്നെ ചേട്ടൻ എത്തട്ടെ, ചേട്ടന്റെ ആ ഒരു പെർഫോമൻസ് ഇനിയും ഞങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ അപ്പം ഇപ്പം ആലോചിക്കുമ്പോൾ സ്നേഹം എന്ന് പറഞ്ഞൊരു വേർഡിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാർത്തികേട്ടൻ ഡിഫൈൻ ചെയ്യുന്നത്? സ്നേഹം എന്ന് പറഞ്ഞത് എൻ്റെ ചുറ്റുമുള്ള സഹജീവികൾ തന്നെയാണ് എൻ്റെ സ്നേഹം. നിങ്ങളും അവരും എല്ലാവരും അടങ്ങണ എൻ്റെ വീട്ടിലുള്ളവരെ മാത്രമല്ലാതെ എല്ലാവരും നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമ്മൾ കാണാതെ പോകുന്നതാണ് പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. അത് എല്ലാവർക്കും ഭയങ്കര സ്നേഹം തന്നെ. ഒന്ന് ചിരിച്ച് ഒരു വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരുത്തരം വട്ടം ചാടിക്കഴിഞ്ഞ് എങ്ങോട്ട് ഓടാൻ നോക്കിയിട്ട് അവൻ നോക്കി ചേട്ടാ സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ തീരും നമ്മുടെ ആ ദേഷ്യം. ഒന്ന് നന്നായി പെരുമാറിയാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. എല്ലാവരോടും സ്നേഹം തന്നെയാണ്. അതെ, എനിക്കും തിരിച്ചു തന്നെ പറയാനുള്ള കാർത്തികേട്ടനോട് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് സമയം പോലെ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ടും ഇത്രയും സമയമായി എന്നുള്ള അറിഞ്ഞില്ല. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ.